ഈ പച്ചമുത്തുകൾ കൊണ്ട് ഇന്നൊരു ബ്രേസ്ലെറ്റും മാലയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പം നമുക്ക് ആദ്യം മാല ഉണ്ടാക്കാം. ഗിയർ വയറിലാണ് കേട്ടോ മാല ഉണ്ടാക്കണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 2 ഗിയർ ലോക്ക് കോർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ലോക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലൂടെ കടത്താട്ടോ. ഇനി നമുക്ക് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു ഗോൾഡൻ്റെ ബീഡാണ് കോർക്കണത്. അത് കഴിഞ്ഞിട്ട് 2 ഈ ഗ്രീൻ കളറുള്ള ബീഡാണ് കേട്ടോ കോർത്ത് കൊടുക്കണത്. അത് കഴിഞ്ഞ് വീണ്ടും ഗോൾഡൻ്റെ ബീഡ്, പിന്നെ 2 കോർത്ത് കൊടുക്കത്, പിന്നെ വീണ്ടും ഗോൾഡൻ്റെ. അങ്ങനെ കുറച്ച് നമുക്ക് കോർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും നമ്മളങ്ങനെ കോർത്തുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗ്രീൻ കളറുള്ള 3 മുത്താണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുവരെ 2 എണ്ണമല്ലേ കോർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 3 എണ്ണമാണ് കോർത്തുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റോണിൻ്റെ ബോള് ഉണ്ട്, അതാണ് കേട്ടോ ഞാൻ കോർത്ത് കൊടുക്കുന്നത്. പിന്നെ വീണ്ടും 3 ഗ്രീനിൻ്റെ ബീഡ് കോർക്കാം കേട്ടോ. കണ്ടില്ല, എങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കഴുത്തിലിടുമ്പോൾ സെൻറ്ററിലായിട്ട് വരിക കേട്ടോ. ഇനി വീണ്ടും നമ്മൾ മറ്റേ ഭാഗത്ത് കോർത്ത പോലെ തന്നെ ഗോൾഡൻ്റെ ബീഡ്, പിന്നെ 2 ഗ്രീൻ കളർ ബീഡ്, വീണ്ടും ഗോൾഡൻ്റെ ബീഡ്, അങ്ങനെ കോർക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ട് നോക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് കൊളുത്തിടാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമുക്ക് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് ഇത് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാല ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം ലെങ്ത്തായിട്ട് കിടക്കുന്ന ടൈപ്പ് മാലയല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചിങ്ങനെ കുടുങ്ങി കിടക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സെൻറ്ററിലേക്കായിട്ട് വന്നിട്ട് ഇങ്ങനെയാവും കേട്ടോ മാലയുടെ ലുക്ക് വരണത്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അത് കാണാൻ. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം കേട്ടോ. ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക്കിൻ്റെ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോൺ സ്പേസറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു 3 ബീഡ് കോർക്കാം കേട്ടോ. മൂന്നെണ്ണം കോർത്തുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ സ്പേസർ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും 3 കോർക്കുക. പിന്നെ വീണ്ടും ഈ സ്റ്റോണിൻ്റെ സ്പേസർ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് മുഴുവൻ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. ഇതിൽ ആവശ്യത്തിന് നീളത്തിൽ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം. ഇത് മുഴുവൻ ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കെട്ടിടാം കേട്ടോ. അങ്ങനെ ബ്രേസ്ലെറ്റ് ഒക്കെ കെട്ടി ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഞാൻ ഈ ഗ്രീൻ കളറുള്ള ബട്ടർഫ്ലൈ ഹാങ്ങിങ് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ജംപ് റിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെയിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് കടത്തി കൊടുക്കാം കേട്ടോ. അതേപോലെ നമുക്ക് ഈ ബട്ടർഫ്ലൈനെയും ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് ഈ ജംപ് റിങ് അടയ്ക്കാം കേട്ടോ.
പിന്നെ ഇത് നമുക്ക് ഈ ബ്രേസ്ലെറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ വേറൊരു ചെമ്പരിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഈ മുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.